Hi students. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സിലെ ചാപ്റ്റർ 2 ആയ ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലെ, എന്തായിരുന്നു റാഷണൽ നമ്പേഴ്സ് അല്ലെ. റാഷണൽ നമ്പേഴ്സും അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ചാപ്റ്റർ 2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിന്റെ നെയിം എന്താ? ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ. അപ്പൊ ഇതിൽ നമുക്ക് വേരിയബിൾ എന്താ, ഇക്വേഷൻ എന്താ, എക്സ്പ്രഷൻസ് എന്താന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓൾജിബ്രൈക് എക്സ്പ്രഷൻസ്. എന്താണ് ഓൾജിബ്രൈക് എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ? an expression consisting of numbers, constants, variables and operation symbol. ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അതിൽ നമ്പേഴ്സ് ഉണ്ടായിരിക്കും, കോൺസ്റ്റന്റ്സ് ഉണ്ടായിരിക്കും, വേരിയബിൾ ഉണ്ടായിരിക്കും, ഓപ്പറേഷൻ സിമ്പിൾസ്. അപ്പൊ എന്താണ് വേരിയബിൾസ് എന്ന് പറഞ്ഞാല്? വേരിയബിൾസ് എന്ന് പറഞ്ഞാല് നമ്മള് എന്താണ്, ഒരു ഫിക്സ്ഡ് വാല്യൂ ഉണ്ടായിരിക്കൂല. അത് നമ്മൾ യൂഷ്വലി ഡിനോട്ട് ചെയ്യുക ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ലെറ്റേഴ്സ് വെച്ചിട്ടാണ്. ഇപ്പൊ നമുക്ക് എക്സ് വെച്ചിട്ട് യൂസ് ചെയ്യാം, ഡബ്ല്യു, സെറ്റ്, ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ലെറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ വേരിയബിൾസ് ഡിനോട്ട് ചെയ്യുക. അതിൽ നമുക്കൊരു ഫിക്സ്ഡ് വാല്യൂ ഉണ്ടായിരിക്കൂല. എക്സ്പ്രഷനിൽ വേരിയബിൾസ് നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. പിന്നെ ഓപ്പറേഷൻ സിമ്പിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. അപ്പൊ ഇതൊക്കെ കൂടെ ഉള്ളതാണ് എക്സ്പ്രഷൻ. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ കൊടുത്തിരുന്നല്ലേ 5x. സോ 5x എന്ന് പറഞ്ഞാല് 5 into x. അപ്പൊ ഇവിടെ നമുക്ക് 5x എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പ്രഷൻ ആണ്. 5x എന്ന് പറഞ്ഞാൽ എന്താ? 5 into x. സോ 5 എന്ന് പറഞ്ഞ ഒരു ഫാക്ടറും x എന്ന് പറഞ്ഞ ഫാക്ടറും കൂടെ നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് ഇതൊരു ടേം ആയിട്ട് കിട്ടി. ഇതൊരു ടേം ആണ് 5x എന്ന് പറഞ്ഞാൽ. ദാറ്റ് മീൻസ് ഇതൊരു എക്സ്പ്രഷൻ ആണ്. ടേംസുകൾ ആഡ് ചെയ്യുമ്പോഴാണ് എക്സ്പ്രഷൻ ഉണ്ടാവുക. അപ്പൊ 5x ഒരു ടേം ആണ്. 5xന്റെ കൂടെ ഇവിടെ നമുക്ക് ഒന്നും തന്നിട്ടില്ല. അപ്പൊ ഇതൊരു എക്സ്പ്രഷൻ ആണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇവിടുത്തെ വേരിയബിൾ ഏതാ? എക്സ് അല്ലെ. സോ എക്സിന് നമുക്ക് ഏത് വാല്യൂ കൊടുത്താലും നമ്മൾ എക്സ്പ്രഷന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. നമ്മളെടുത്തത് 5x ആണ് അല്ലെ. സോ നമുക്ക് 5x എന്ന് പറഞ്ഞാൽ എന്താ? 5 into x. അപ്പൊ നമുക്ക് എക്സിന് 1 കൊടുത്താൽ എന്ത് വരും? 5 into 1 which is equal to 5. ഇനി എക്സിന് നമ്മൾ 2 ആണ് കൊടുക്കുന്നതെങ്കിലോ 5 into 2 which is equal to 10. ഇനി എക്സിന് നമ്മൾ 3 ആണ് കൊടുക്കുന്നതെങ്കിലോ 5 into 3 which is equal to 15. സോ എക്സിന്റെ വാല്യൂ നമ്മൾ മാറ്റുന്നതിനനുസരിച്ച് നമ്മൾ ഈ എക്സ്പ്രഷന്റെ വാല്യൂ എന്തായിരിക്കും? മാറിക്കൊണ്ട് നിൽക്കും അല്ലെ. സോ അതാണ് എക്സ് എന്ന് പറഞ്ഞത് ഒരു വേരിയബിൾ ആണ്. വേരിയബിളിന് എന്താ? അതിന്റെ വാല്യൂ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. അതിനൊരു ഫിക്സ്ഡ് വാല്യൂ ഇല്ല. അതാണ് കേട്ടോ വേരിയബിൾ. സോ 5x എന്ന് പറഞ്ഞാല് ഒരു എന്താണ്? എക്സ്പ്രഷൻ ആണ്. പിന്നെ 2x minus 3. 2x minus 3 ഒരു എക്സ്പ്രഷൻ ആണ്. എന്താ? 2x minus 3. സോ 2x എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ടേം ആണ്. -3യും എന്താണ്? ഒരു ടേം ആണ്. സോ നമുക്ക് ടേംസുകൾ ആഡ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുക? എക്സ്പ്രഷൻ ഉണ്ടാവുക. സോ 2x minus 3. സോ ഇതൊരു എക്സ്പ്രഷൻ ആണ്. ഇവിടെ നമ്മൾ എക്സിന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് നമ്മൾ ഈ ഒരു എക്സ്പ്രഷന്റെ വാല്യൂ മാറും. എക്സിന് നമ്മൾ 1 ആണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2 into 1 minus 3 അല്ലെ. 2 into 1 minus 3 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് 2 minus 3 which is equal to -1. ഇനി എക്സിന്റെ വാല്യൂ നമ്മൾ 2 ആണ് ഇട്ട് കൊടുക്കുന്നതെങ്കിലോ എന്ത് കിട്ടും? 2 into 2 minus 3 which is equal to 4 minus 3 which is equal to 1. കണ്ടോ? എക്സിന്റെ വാല്യൂ നമ്മൾ മാറ്റി കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ എക്സ്പ്രഷന്റെ വാല്യൂ എന്താണ്? മാറിക്കൊണ്ടേ നിൽക്കുന്നത്. അപ്പൊ 2x minus 3 എന്ന് പറഞ്ഞത് ഒരു എക്സ്പ്രഷൻ ആണ്. ഇവിടെ വേരിയബിൾ ഏതാ? എക്സ് ആണ്. ഓക്കെ, ഇനി അടുത്തത് x square plus 1. x square plus 1 എന്ന് പറഞ്ഞാലും എന്താ? ഒരു എക്സ്പ്രഷൻ ആണ്. ഇവിടെ x square എന്ന് പറഞ്ഞൊരു ടേമും ഉണ്ട്, 1 എന്ന് പറഞ്ഞൊരു ടേമും ഉണ്ട്. ആ രണ്ട് ടേമും കൂടെ നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടി. അതുപോലെ y plus y square ഇതും എന്താണ്? ഒരു എക്സ്പ്രഷൻ ആണ്. സോ മനസ്സിലായോ മക്കളെ? ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ, ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് ഉണ്ടായിരിക്കും, പിന്നെ സിമ്പിൾസ്, ഓപ്പറേഷൻ സിമ്പിൾസ് ഉണ്ടായിരിക്കും, വേരിയബിൾസ് ഉണ്ടായിരിക്കും. അതൊക്കെ കൂടെ ഉള്ളതിനെയാണ് നമ്മൾ എക്സ്പ്രഷൻസ് എന്ന് പറയാം. ഓക്കെ, സോ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? അതിനൊരു ഫിക്സ്ഡ് വാല്യൂ ഉണ്ടായിരിക്കൂല. അതിന്റെ വാല്യൂ വേരി ചെയ്തുകൊണ്ടേ ഇരിക്കും. ദാറ്റ് മീൻസ് നമ്മൾ അതിന്റെ വാല്യൂ ഇങ്ങനെ മാറ്റി കൊടുക്കുന്നതിനനുസരിച്ച് നമ്മളെ എക്സ്പ്രഷന്റെ വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ടേ നിൽക്കുന്നത് അല്ലേ. സോ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. അതിന്റെ എക്സാമ്പിൾ നമുക്ക് കുറെ എക്സാമ്പിൾസ് ഉണ്ടാക്കാം. ഓക്കെ, എക്സാമ്പിൾസ് ആണ് ഇത്. ഓക്കെ, ഇനി ഇതാ 8x plus 6. 8x plus 6 എന്ന് പറഞ്ഞാൽ എന്താ? ഇതെന്താണ്? ഒരു എക്സ്പ്രഷൻ ആണ്.
ഇതൊരു എക്സ്പ്രഷൻ ആണ്. ഓക്കെ, സോ ഇവിടെ വേരിയബിൾ എന്താ? എക്സ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ ഡിനോട്ട് ചെയ്യാണ് നമ്മൾ ചെയ്യുക വേരിയബിളിനെ. ഓക്കെ, ഇനി 8 വേരിയബിളിന്റെ മുന്നേ വരുന്ന ആ ഒരു നമ്പർ, അതാണ് കോഎഫിഷ്യന്റ്. ഓക്കെ, സോ 8 കോഎഫിഷ്യന്റ് ആണ്, എക്സ് വേരിയബിൾ ആണ്. 6 എന്താ? കോൺസ്റ്റന്റ് ആണ്. 6 ഒരു നമ്പർ മാത്രമാണ്, അപ്പൊ അത് കോൺസ്റ്റന്റ്. ഓക്കെ, സോ ഇത് ഒരു എക്സ്പ്രഷൻ ആണ്. ഇതിൽ 8 ആണ് കോഎഫിഷ്യന്റ്, എക്സ് ആണ് വേരിയബിൾ, 6 ആണ് കോൺസ്റ്റന്റ്. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ എക്സ്പ്രഷൻ എന്ന് പറയാം. കോൺസ്റ്റന്റ് ഉണ്ടായിരിക്കും, കോഎഫിഷ്യന്റും വേരിയബിൾ ഒക്കെ ഉണ്ടായിരിക്കും. സോ ഇവിടെ നമുക്ക് എക്സിന് വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ച് ഓരോരോ 1, 2, 3 അങ്ങനെ വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ച് ഈ എക്സ്പ്രഷന്റെ വാല്യൂ എന്താവും? മാറിക്കൊണ്ടേ നിൽക്കും. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻസ് എന്താ നോക്കാം. സോ നമ്മൾ ഓൾറെഡി എക്സ്പ്രഷൻ എന്താന്ന് പറഞ്ഞു. നമ്മുടെ ചാപ്റ്ററിന്റെ നെയിം എന്താ? ലീനിയർ ഇക്വേഷൻസ് ഇൻ 1 വേരിയബിൾ. അപ്പൊ ആദ്യം നമുക്ക് ഇക്വേഷൻ എന്താ നോക്കാം. An equation is a mathematical statement that consists of an equal sign between two algebraic expression. ഇതൊരു മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിൽ എന്താണ്? ഈക്വൽ സൈൻ ഉണ്ടായിരിക്കും. ഇക്വേഷൻ എന്ന് പറഞ്ഞ നെയിമിൽ തന്നെ ഉണ്ട് അല്ലെ, ഈക്വൽ സൈൻ ഉണ്ടായിരിക്കും ബിറ്റ്വീൻ ടു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. അപ്പൊ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ 2 ഓൾജിബ്രായിക് എക്സ്പ്രഷന്റെ മിഡില് ഒരു ഈക്വൽ സൈൻ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇക്വേഷൻ എന്ന് പറയാം. ഇവിടെ കണ്ടോ എക്സാമ്പിൾ, 5x ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. സോ 5x ഈസ് ഈക്വൽ ടു 25. 5x എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ്. 25ഉം ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ്, വേരിയബിൾ ഒന്നും ഇല്ലാത്ത. അപ്പൊ അതിന്റെ നടുവിൽ എന്തത്? ഈക്വൽ സൈൻ തന്നെ. സോ ദിസ് ഈസ് എൻ ഇക്വേഷൻ. ഈക്വൽ സൈൻ ഉണ്ടെങ്കിൽ അതൊരു ഇക്വേഷൻ ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് LHS ഉണ്ടായിരിക്കും, RHS ഉണ്ടായിരിക്കും, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉണ്ടായിരിക്കും, റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ടായിരിക്കും. അതാണ് ഇക്വേഷൻ. അതിന്റെ മിഡിൽ ഈക്വൽ സൈൻ. ഓക്കെ, 2x - 3 is equal to 9. 6z plus 10 is equal to -2. ഓക്കെ, അപ്പൊ ഇക്വേഷനിൽ നമുക്ക് എക്സിന് ഓരോരോ വാല്യൂ ഇട്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഓൾറെഡി ഇത് എന്താണ് തന്നാണ്, എന്താണുള്ളത് എന്ന്. ഓക്കെ, ഇക്വേഷനിൽ നമുക്ക് ഓൾറെഡി ഇത് തന്നേക്കണേ. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് എക്സാമ്പിൾ എന്താ? 5x is equal to 25. അപ്പൊ ഇവിടെ എക്സിന്റെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് എന്ത് ചെയ്യണം? ഈ 5നെ അങ്ങോട്ട് ഒഴിവാക്കണം. എന്നാലും നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടൂലേ? അപ്പൊ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് 2 സൈഡിലും ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ ഡിവൈഡഡ് ബൈ 5 ചെയ്യാം, ഇവിടെയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 5 ചെയ്യണം. അപ്പൊ ഈ 5ഉം ഈ 5ഉം ക്യാൻസൽ ആയി പോയില്ലേ? അപ്പം എക്സ് മാത്രമായി ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് 25/5 വിച്ച് ഈസ് ഈക്വൽ ടു 5. അപ്പൊ എക്സിന്റെ വാല്യൂ ഈ ഒരു ഇക്വേഷനില് എക്സിന്റെ വാല്യൂ എന്താ കിട്ടിയത്? 5 ആണ്. സോ എക്സിന് 5 ഇട്ട് കൊടുത്താലാണ് നമ്മളെ 2 സൈഡും ഈക്വൽ ആവുക. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും, വേരിയബിളിന്റെ വാല്യൂ. ദാറ്റ് മീൻസ് എക്സ് മാത്രം നമ്മൾ എന്ത് ചെയ്യാ? ഒരു സൈഡിൽ ആക്കുക. ഇനി നമുക്ക് വേറൊരു മെത്തേഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. എന്താണ്? 5x ഈസ് ഈക്വൽ ടു 25. അപ്പൊ നമ്മൾ എക്സ് മാത്രം ഇവിടെ വെക്കുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു, സോറി ഇവിടെ 25 ആണ് അല്ലെ, 25. സോ എക്സ് ഈസ് ഈക്വൽ ടു എന്താ? 25. ഇവിടെ ഇൻറ്റു 5 ഉള്ളത് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 5 ആവും. സോ എക്സ് ഈസ് ഈക്വൽ ടു 5. ഇങ്ങനെയും നമുക്ക് എക്സിന്റെ വാല്യൂ കാണാൻ പറ്റും. നമുക്ക് ഓൾറെഡി അറിയാം ഒരു ഈക്വൽ സൈൻ ഉണ്ടെങ്കിൽ പ്ലസ് അതിന്റെ മറ്റേ സൈഡിലോട്ട് പോകുമ്പോൾ മൈനസ് ആവും, മൈനസ് പ്ലസ് ആവും, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആവും, ഡിവിഷൻ ഇൻറ്റു ആവും അല്ലെ. പ്ലസ് ഈക്വൽ സൈന്റെ ഇങ്ങോട്ട് പോകുമ്പോ എന്താവും? മൈനസ് ആവും, മൈനസ് പോകുമ്പോ പ്ലസ് ആവും. ഓക്കെ, പ്ലസ്. ഇനി മൾട്ടിപ്ലിക്കേഷൻ പോകുമ്പോൾ ഡിവിഷൻ ആവും, പിന്നെ ഡിവിഷൻ പോകുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പൊ ഇവിടെ 5x എന്ന് പറഞ്ഞാൽ എന്താ? 5 ഇൻറ്റു എക്സ് ആണ്. അപ്പൊ അത് പോകുമ്പോൾ ഇൻറ്റു പോകുമ്പോൾ ഡിവിഷൻ ആണ് ആവുക, അതാണ് ബൈ 5. അപ്പൊ എക്സിന്റെ വാല്യൂ 5 ആണ് എന്ന് കിട്ടി. സോ നമുക്ക് ആ എക്സിന്റെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്താൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ആൻസർ കറക്റ്റ് ആണ്. ദാറ്റ് മീൻസ് 5x എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 5 അതന്നെയല്ലേ 25. LHS RHS ഈക്വൽ ആയി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ എന്താ? 2x - 3 is equal to 9. സോ ഇവിടെ നമ്മളൊക്കെ എക്സിന്റെ വാല്യൂ എങ്ങനെ കാണാൻ പറ്റും? 2x - 3 is equal to 9 എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇക്വേഷൻ ആണ് അല്ലെ. സോ ഇതിൽ എക്സിന്റെ വാല്യൂ എങ്ങനെ കാണും നമ്മള്? ഓക്കെ, നമ്മളെ ഇക്വേഷൻ എന്ന് പറഞ്ഞാല് 2x - 3 is equal to 9. സോ നമ്മൾ എന്ത് ചെയ്യണം?
2x is equal to എന്ത് വരും? ഈ മൈനസ് നമ്മള് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോ എന്താവുക? പ്ലസ് ആവും. സോ 9 - 3 പോകുമ്പോ +3. സോ 2x is equal to what is 9 + 3? 12. So x is equal to 12 into 2 right side ലോട്ട് പോകുമ്പോ divided by 2. So x is equal to 6. So x ന്റെ വാല്യൂ 6 ആണ് ഈ ഒരു ഇക്വേഷനിൽ. അപ്പൊ നമുക്ക് നമ്മുടെ ആൻസർ കറക്റ്റ് ആണോ നോക്കാൻ നമ്മൾ എന്ത് ചെയ്യാം? ലെഫ്റ്റ് സൈഡത്തെ 2x - 3 എക്സിന് 6 ഇട്ട് കൊടുക്കുക. സോ 2x എന്ന് പറഞ്ഞാൽ 2 into 6 - 3. That is 12 - 3. So what is 12 - 3? It is equal to 9. So LHS 9 ആണ്, നമ്മൾ RHS 9 ആണ്. So we can say that our answer is correct. നമ്മളെ ആൻസർ എന്താ? കറക്റ്റ് ആണ്. സോ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ എക്സിന്റെ വാല്യൂ കാണുക. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? 2x - 3 is equal to 9. അപ്പൊ ഈ 3 പോക്കാനും വേണ്ടി നമുക്ക് 2x - 3 + 3 is equal to, അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഒരു +3 ആഡ് ചെയ്തു അല്ലെ? അപ്പൊ നമുക്ക് 9ന്റെ കൂടെയും +3 ചെയ്യണം. സോ നമുക്ക് ഈ -3യും +3യും ക്യാൻസൽ ആയി പോയി. സോ 2x is equal to 12 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ 2ഉം കൂടെ പോക്കണം അല്ലെ? 2ഉം കൂടെ പോക്കാൻ നമുക്ക് ഇവിടെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇവിടെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ഈ 2ഉം 2ഉം പോയി. അപ്പൊ ഇവിടെ x മാത്രമായി. x is equal to 6. അപ്പൊ നമുക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്താലും സെയിം ആൻസർ ആണ് കിട്ടുക. അപ്പൊ അതാണ് ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷനിൽ എന്ത് കാണുക? വേരിയബിളിന്റെ വാല്യൂ കാണുക. അപ്പൊ അടുത്തത് എന്താ? 6z + 10 is equal to -2. ഇവിടെ നമ്മൾ ഇക്വേഷൻ ഏതാ? 6z + 10 is equal to -2. സോ നമ്മളെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് സെറ്റിന്റെ വാല്യൂ ഒന്ന് കണ്ടു നോക്കിയാലോ? സോ നമ്മളെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 6z + 10 is equal to -2. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? സെറ്റിന്റെ വാല്യൂ ആണല്ലേ കാണേണ്ടത്. അപ്പൊ 6z is equal to -2. ഈ +10നെ നമുക്ക് റൈറ്റ് സൈഡിലോട്ട് എടുത്താൽ എന്താവും? -10. സോ 6z is equal to what is -2 - 10? രണ്ടും നെഗറ്റീവ് സൈൻ ആണെങ്കിൽ ആഡ് ചെയ്യുക, നെഗറ്റീവ് സൈൻ കൊടുക്കുക. സോ -12. So z is equal to -12 divided by 6, which is equal to what? -2. 2 into 6 അല്ലേ 12. സോ നെഗറ്റീവ് 1 മാത്രമാണ്. അപ്പൊ -2 എന്ന് വരും. ഓക്കെ. സോ സെറ്റിന്റെ വാല്യൂ -2 ആണെന്നാണ് നമുക്ക് കിട്ടിയ ആൻസർ. ഇനി നമുക്ക് കിട്ടിയ ആൻസർ നമ്മൾ കറക്റ്റ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? നമ്മള് 6z + 10 സെറ്റിന് -2 ഇട്ട് കൊടുത്ത് നോക്കുക. അപ്പൊ കൊടുക്കുമ്പോ നമുക്ക് -2 ആണോ ആൻസർ കിട്ടുന്നതെന്ന് നോക്കാം. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആവണ്ടേ? സോ 6z + 10, that is 6 into -2 plus 10, which is equal to -12 plus 10. That is -12 plus 10. ഒന്ന് നെഗറ്റീവ് ആണ്, ഒന്ന് പോസിറ്റീവ് ആണ്. സബ്ട്രാക്ട് ചെയ്യുക, ലാർജ് നമ്പറിന്റെ സൈൻ കൊടുക്കുക. സോ -2 എന്ന് കിട്ടി അല്ലേ? -2 എന്ന് കിട്ടി. സോ 6z + 10 -2 ആണ്. നമ്മളെ ഏത് റൈറ്റ് സൈഡും എന്താണ്? -2 ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് സെറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാല് എന്താണ്? നമുക്ക് കിട്ടിയ ആൻസർ കറക്റ്റ് ആണ്. സോ ഇതാണ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉണ്ടായിരിക്കും, റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ടായിരിക്കും, ഈക്വൽ സൈൻ ഉണ്ടായിരിക്കും. രണ്ട് എക്സ്പ്രഷൻ അല്ലേ? ഇതാ ഇക്വേഷൻസ് ഈക്വൽ സൈൻ ബിറ്റ്വീൻ 2 algebraic എക്സ്പ്രഷൻ. രണ്ട് എക്സ്പ്രഷന്റെ ബിറ്റ്വീനിൽ ഒരു ഈക്വൽ സൈൻ ഉണ്ടായിരിക്കും. അതാണ് ഇക്വേഷൻ. ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷനിൽ വേരിയബിളിന്റെ വാല്യൂ കാണുക. ഓക്കെ. 2x - 5 is equal to 13. ഇവിടെ ഈക്വൽ സൈൻ ഉണ്ട്, രണ്ട് എക്സ്പ്രഷൻ. സോ ഇതൊരു ഇക്വേഷൻ ആണ്. ഓക്കെ. ഇതൊരു ഇക്വേഷൻ ആണ്. കണ്ടോ? 2x - 5 എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പ്രഷൻ ആണ്. 30 എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പ്രഷൻ ആണ്. അപ്പൊ ഇവിടെ എത്ര ടേംസ് ഉണ്ട്? 2x ഒരു ടേം ആണ്, -5 ഒരു ടേം ആണ്, 13 ഒരു ടേം ആണ്. സോ x എന്ന് പറഞ്ഞാൽ വേരിയബിൾ ആണെന്ന് നമുക്കറിയാം അല്ലെ? x വേരിയബിൾ ആണ്. അപ്പൊ 2 എന്താ? വേരിയബിളിന്റെ മുന്നുള്ളത് കോഎഫിഷ്യന്റ് ആണ്. പിന്നെ ഇത് മൈനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പറേറ്റർ ആണ്. മൈനസ്, അഡീഷൻ, പിന്നെ എന്താ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അങ്ങനെ വരും. സോ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാല് അത്. 5 എന്ന് പറഞ്ഞാല് കോൺസ്റ്റന്റ് ആണ്. 13ഉം എന്താണ്?
കോൺസ്റ്റന്റ് ആണ്. ഒന്നും കൂടെ പറയാ, ഇവിടെ 2 എക്സ്പ്രഷൻ ആണുള്ളത്. 2 എക്സ്പ്രഷന്റെ ബിറ്റ്വീൻ ഒരു ഈക്വൽ സൈൻ വരുമ്പോൾ അതെന്തായിരിക്കും? അത് എന്താണ്? ഇക്വേഷൻ ആണ്. അപ്പൊ 2x - 5 ഒരു എക്സ്പ്രഷൻ ആണ്, 13 ഒരു എക്സ്പ്രഷൻ ആണ്. ഇവിടെ 3 ടേംസ് ഉണ്ട്. പിന്നെ 2 എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യന്റ് ആണ്, x എന്ന് പറഞ്ഞാൽ വേരിയബിൾ ആണ്, മൈനസ് നമ്മളെ ഓപ്പറേറ്റർ ആണ്, 5ഉം 13ഉം നമ്മളെ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, സോ ഇതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമ്മളെ ചാപ്റ്ററിന്റെ നെയിം ലീനിയർ ഇക്വേഷൻസ് ഇൻ 1 വേരിയബിൾ എന്നാലേ. സോ നമുക്ക് ലീനിയർ എക്സ്പ്രഷൻ എന്താ നോക്കാം. സോ 2x plus 1, 3y minus 7 ഇതൊക്കെ എന്താണ്? ലീനിയർ എക്സ്പ്രഷൻ ആണ്. ദാറ്റ് മീൻസ് നമ്മളെ ഇവിടുത്തെ വേരിയബിൾ കണ്ടോ, ഇതില് നമ്മളെ വേരിയബിൾ ഏതാ? എക്സിന്റെ പവർ ഏതാ? 1. ഒന്നുമില്ലെങ്കിൽ നമുക്ക് പറയാം അതിന്റെ പവർ 1 ആണ്. ഇവിടെ എക്സിന്റെ പവർ എന്താ? 1 ആണ്. ഇവിടെ y ആണ് അല്ലെ നമ്മളെ വേരിയബിൾ, yന്റെ പവർ എന്താ? 1 ആണ്. അപ്പൊ നമ്മളെ വേരിയബിളിന്റെ പവർ നോക്കുക, 1 മാത്രമാണെങ്കിൽ we can say that it is a linear expression. Then these are not linear expression. x square plus 1, y plus y square, 1 plus z square plus z cube. That means ഇവിടെ നമ്മൾ പവർ നോക്കുക, എക്സിന്റെ പവർ 2 ആണ്, ഇവിടെ yന്റെ പവർ 2 ഉണ്ട്, ഇവിടെ സെറ്റിന്റെ പവർ 3 ഉണ്ട്, 2 ഉണ്ട്, ഒക്കെ ഉണ്ട്. സോ ഇതൊക്കെ എന്താണ്? ലീനിയർ എക്സ്പ്രഷൻ അല്ല. 1 മാത്രമാണെങ്കിൽ അതിനെയാണ് നമ്മൾ ലീനിയർ എക്സ്പ്രഷൻ എന്ന് പറയാം. ദാറ്റ് മീൻസ് നമ്മളെ വേരിയബിളിന്റെ പവർ 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാ? ലീനിയർ എക്സ്പ്രഷൻ. ഇനി ഗ്രേറ്റർ ദാൻ 1 ആണ് വരുന്നതെങ്കിൽ we can say that they are not linear expression. Okay, so ഇതാണ് ലീനിയർ എക്സ്പ്രഷൻ. ദാറ്റ് മീൻസ് നമുക്ക് പവർ 1 മാത്രം പറ്റുള്ളൂ. അപ്പൊ ലീനിയർ ഇക്വേഷൻ ആണെങ്കിലോ അവിടെ നമുക്ക് എക്സിന്റെ പവർ 1 മാത്രമേ പറ്റുള്ളൂ അല്ലെ, നമ്മളെ വേരിയബിളിന്റെ പവർ 1 മാത്രമേ പറ്റുള്ളൂ. ലീനിയർ ഇക്വേഷൻസ് ഇൻ 1 വേരിയബിൾ എന്നാണ് നമ്മളെ ചാപ്റ്ററിന്റെ പേര്. അപ്പൊ ഇവിടെ ഒരു വേരിയബിളും പറ്റുള്ളൂ. എന്താണ്? 1 വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ പറ്റുള്ളൂ. അപ്പൊ x plus 3y is equal to 2. ഇതൊരു ഇക്വേഷൻ ആണ്. ഇവിടെ എത്ര വേരിയബിൾ ഉണ്ട്? എക്സും ഉണ്ട്, വൈയും ഉണ്ട്. അപ്പൊ ഇത് 2 വേരിയബിൾ ആണ്. ഓക്കെ, ഇനി 1 വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ മാത്രം പറ്റുള്ളൂ. ഓക്കെ, അതാണ് 1 വേരിയബിൾ. So these are some notes. An algebraic equation is an equality involving variables. It has an equality sign. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ സൈൻ ഉള്ളതായിരിക്കും ഇക്വേഷൻ. The expression on the left of the equality sign is the left hand side. So equality sign the left illulladu left hand side. That means LHS ആയിരിക്കും. The expression on the right of the equality sign is the right hand side. Right hand side ആയിരിക്കും എന്ത്? equality sign ന്റെ right ഇലുള്ളത്. Okay, so ഒരു equation LHS ഉണ്ട്, RHS ഉണ്ട്. In an equation, the values of the expressions on the LHS and RHS are equal. LHS ഉം RHS ഉം equal ആണ്. These values are the solutions of the equation. അപ്പൊ നമ്മൾ ഓൾറെഡി എക്സിന്റെ വാല്യൂ, വേരിയബിളിന്റെ വാല്യൂ കാണാൻ പഠിച്ചു അല്ലെ. സോ അതാണ് സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ, ഇക്വേഷന്റെ സൊല്യൂഷൻ.